കേരളത്തിലെ അതിഥി തൊഴിലാളികളെ ഉപജീവനത്തിനുള്ള തൊഴിൽ തേടി വന്നവരെന്ന് പൊതുവെ പറയുമ്പോഴും കരുതുമ്പോഴും ഇവരിൽ പലരുടെയും പശ്ചാത്തലം എന്ന് പറയുന്നത് അങ്ങേയറ്റം ക്രിമിനൽ പരിവേഷമുള്ളതും പിന്നെ ബംഗാളികളെന്ന് വിളിപ്പേരുള്ളവരിൽ പലരും ബംഗ്ലാദേശ് എന്ന രാജ്യത്ത് നിന്ന് വന്നവരുമാണെന്നും മുൻപ് തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നുവെന്നതിനാൽ കേരളത്തിലെ അനങ്ങാപ്പാറകളായ തൊഴിൽ നേതാക്കന്മാരും വോട്ട് കിട്ടുമെന്നതിനാൽ രാഷ്ട്രീയ പാർട്ടികളും ഇവരുടെ കൂട്ടമായ കുടിയേറ്റത്തെ കണ്ണടച്ചാണ് പ്രോത്സാഹിപ്പിച്ചത്. ഇപ്പോഴിതാ ബംഗ്ലാദേശ്, ശ്രീലങ്ക, മ്യാൻമർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 1,00,000-ലേറെ അഭയാർത്ഥികൾ കള്ള ആധാർ കാർഡുമായി കേരളത്തിൽ കഴിയുന്നുണ്ടെന്ന റിപ്പോർട്ടുമായി മിലിറ്ററി ഇന്റലിജൻസ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇവർക്ക് ആസാമിലെ മധുപൂർ, നൗഗാവ്, ബംഗാളിലെ കലിംപോങ്, നദിയ, ഉത്തര ദിനാജ്പൂർ എന്നിവിടങ്ങളിലും കേരളത്തിലെ പെരുമ്പാവൂരും വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ചു നൽകുന്ന കേന്ദ്രങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. പെരുമ്പാവൂരിൽ ഭായ് മാർക്കറ്റ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ബോർഡില്ലാതെ പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളിൽ വിവിധ പേരുകളിലും വിലാസങ്ങളിലും ആധാർ കാർഡുകൾ നിർമ്മിക്കുന്നത് പലപ്പോഴും ഒരു ഫോട്ടോ ഉപയോഗിച്ചാണെന്നാണ് വിവരങ്ങൾ. 2 മാസം മുൻപ് മലപ്പുറം ജില്ലയിലെ തൃപ്രങ്ങോട് അക്ഷയ കേന്ദ്രത്തിലെ നുഴഞ്ഞു കയറി വ്യാജമായി നിർമ്മിച്ചത് 1ഉം 2ഉമല്ല 50ഓളം ആധാർ ഐഡികളാണെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ക്രൂരന്മാരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും അടക്കമുള്ള ബംഗ്ലാദേശികളാണ് ഇത്തരത്തിൽ കള്ളരേഖകൾ ഉണ്ടാക്കി ആരുടെയൊക്കെയോ താല്പര്യങ്ങളുടെ നിർവഹണത്തിനായി കേരളത്തിൽ തങ്ങുന്നത്. ഇവർക്കൊപ്പം ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് അവരെക്കുറിച്ച് അറിയാമെങ്കിലും ഭയം കൊണ്ട് അവരത് രഹസ്യമാക്കി വയ്ക്കുകയാണ്. നിഗൂഢമായ ലക്ഷ്യങ്ങൾക്കും കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സുരക്ഷിത താവളമായും കേരളത്തെ കണ്ടിരിക്കുകയാണ് ഇവരെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് ചില ക്രിമിനൽ കേസുകളിൽ ബംഗ്ലാദേശികൾ പിടിയിലായിട്ടുള്ളത്. ഏതായാലും കേരളത്തിൽ ജനിച്ചു വളർന്നവരുടെ നിലനിൽപ്പിനെ ഗുരുതരമായി ബാധിക്കുന്ന തരത്തിലാണ് ബംഗ്ലാദേശികൾ ഇങ്ങോട്ട് കുടിയേറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ വരുന്നവർക്ക് വോട്ടവകാശം ലഭിച്ചാൽ അത് രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം സന്തോഷമുള്ള കാര്യമായതിനാൽ ഇന്ത്യൻ പൗരൻ ഇന്ത്യയിൽ എവിടെയും താമസിക്കാൻ ഭരണഘടന അനുവദിക്കുന്നുണ്ടല്ലോ എന്ന ന്യായം തൊടുത്ത് അവരതിനെ പ്രതിരോധിക്കുകയും ചെയ്യുകയാണ് പതിവ്. കഴിഞ്ഞ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശികളും വോട്ട് ചെയ്തെന്ന് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചിരുന്നു. CAA കേരളത്തിൽ ഒരു കാരണവശാലും നടപ്പിലാക്കില്ലെന്ന് തിട്ടൂരം മുഴക്കിയവർ പലരും ഇവരുടെ തള്ളിക്കയറ്റത്തെ പിന്തുണച്ചവരായിരുന്നു. ഏതായാലും ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് അതിർത്തി സംസ്ഥാനങ്ങളിൽ BSF നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. കേരളമടക്കമുള്ള കടൽത്തീര സംസ്ഥാനങ്ങളിൽ കോസ്റ്റ് ഗാർഡും നിരീക്ഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കേരളം ഇക്കൂട്ടരെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്.